السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. صدق الله العظيم. وأيضا ورب به علما. സ്നേഹങ്ങളുടെ അധ്യക്ഷൻ നാസിറുദ്ദീൻ മന്നാനി, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സലീം മന്നാനി, ഈ വേദിയിൽ ഹാജരായിട്ടുള്ള ആഫ്രിക്കാനും പ്രിയപ്പെട്ട രക്ഷകർത്താവായി ഈ വേദിയിൽ ഇരിക്കുന്ന ബഹുമാനികളും ആദരണീയരുമായ സഹോദരൻ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ ഏകദേശം 2 മാസത്തോളമായി അടഞ്ഞുകിടന്ന മദ്രസയുടെ പരിപാടികൾ ഇന്നത്തോടുകൂടി വ്യാപകമായി തുറക്കപ്പെടുകയാണ്. ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകൃത മദ്രസകൾ മുമ്പേ നിർദ്ദേശിക്കപ്പെട്ടിരുന്നതുപോലെ തന്നെ ഏപ്രിൽ 20-ാം തീയതി ശനിയാഴ്ച സമയം ഏറെയും കുറഞ്ഞു ഇന്നത്തെ ദിവസം തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മദ്രസ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് ഉത്സാഹത്തിനും ഉന്മേഷത്തിനുമായി ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന ദിറായ മബ്റൂക്ക് എന്ന പ്രാരംഭ ആഘോഷം, മദ്രസ പ്രാരംഭ ആഘോഷ പരിപാടി. ഈ ആഘോഷ പരിപാടി ദിറായ മബ്റൂക്ക് എന്നറിയപ്പെടുന്നത് തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ദിറായ എന്നുള്ളത്. വ്യത്യസ്തമായ വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് ബുഖാരി, മുസ്ലിം ഉൾപ്പെടെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് റിവായത്തല്ലാതെ വായിക്കുക പകർന്ന് ആർജിത വിദ്യാഭ്യാസമായി സ്വയാർജിതമായി അഭ്യസിച്ചെടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഒരു ഊന്നൽ നൽകിക്കൊണ്ടാണ് ദിറായ മബ്റൂക്ക് എന്ന പേരിൽ ഈ പരിപാടി ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ആരംഭിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ നിലയിൽ നടത്തണമെന്ന് ലജ്നത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികൾ അതിന്റെ നിർദ്ദേശങ്ങൾ ഈ വർഷം നൽകിയിട്ടുണ്ട്. ഈ ആഘോഷ പരിപാടികളൊക്കെയും നടത്തുന്നത്
മദ്രസയിൽ വരുന്ന കുട്ടികളുടെ മുരടിപ്പ് മാറുവാൻ ഉന്മേഷരഹിതരായി മദ്രസയിൽ പങ്കെടുക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഇളക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ വർഷാരംഭത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി വ്യത്യസ്ത പേരുകളിലോ അല്ലെങ്കിൽ വേറൊരു പേരിലോ സംഘടിപ്പിച്ചു വരുമ്പോൾ നമ്മുടെ മദ്രസകളിലെ വിദ്യാർത്ഥികളോട് സ്നേഹവും അനുകമ്പയും കാണിക്കത്തക്ക നിലയിലുള്ള ഒരു പരിപാടിയാണ് ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഗിറായ മബ്റൂക്ക് എന്ന ആഘോഷ പരിപാടിയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നമ്മുടെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പൂർവകാല ശൈലിയും രൂപവും രീതിയും ഒക്കെ മാറി ആധുനികമായ സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം എത്രത്തോളം മേന്മയായി അവർ കാണുകയും ലഭിക്കുകയും ചെയ്യുന്നുവോ അതിനേക്കാൾ ഉപരി അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനം, അതിന്റെ അടിസ്ഥാനവും അതിന്റെ മൂലക്കല്ലുമായ മദ്രസ പ്രവർത്തനത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ എന്നെന്നും അവരുടെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കത്തക്ക നിലയിലുള്ള ഒരു സംവിധാനം മദ്രസ രംഗത്തുണ്ടായിത്തീരണമെന്നാണ് ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഉദ്ദേശിക്കുന്നത്. പഴയകാല പള്ളിപ്പുരകൾ, ആ പള്ളിപ്പുരകളിലെ ഓതൽപ്പുരകൾ, അവകളെല്ലാം മാറി ഇന്ന് മനോഹരമായ കെട്ടിടങ്ങളും മനോഹരമായ ബിൽഡിങ്ങുകളും മനോഹരമായ റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും കുട്ടികൾക്ക് പകർന്നു നൽകുവാനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സ്ട്രക്ചർ സംവിധാനങ്ങൾ പല ഭാഗത്തുമുണ്ട്. വളരെ പരിമിതമായെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ സ്മാർട്ട് ക്ലാസ്സിനോട് സമാനമായ രീതിയിലുള്ള വൈജ്ഞാനിക മേഖലകൾ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് മദ്രസയിൽ പോകുമ്പോൾ മദ്രസയിൽ ഇരിക്കുവാൻ ബെഞ്ചില്ല, മദ്രസയിൽ ഡെസ്കില്ല, ആകെ ഒരു വരാന്ത പോലത്തെ ഒരു മദ്രസ മുറ്റത്ത് അല്ലെങ്കിൽ മദ്രസയുടെ അകത്തളത്തിൽ പായ വിരിച്ച് ഇരിക്കുന്നവരും സിമന്റ് ഇട്ട തടയാണെങ്കിൽ പായയില്ലാതെയും ഒക്കെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഈ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഇബ്രാഹിമിന്റെ സന്ദേശം അത് ജീവിതത്തിൽ പകർത്തുവാൻ നടത്തുന്ന അക്ഷരാഭ്യാസത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്ന സന്ദർഭങ്ങളിൽ അവകളെല്ലാം അതാത് മദ്രസകളുടെ പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ച് വലുതായി വന്നിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലൊക്കെ വളരെ ഊർജ്ജസ്വല വളരെ മെച്ചപ്പെട്ട നിലയിൽ അഭിമാനകരമായി മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ പരിമിതികളിലൂടെ വളർന്നു വന്നവരാണ്. ഈ പരിമിതികളിൽ നിന്ന് ഒട്ടുമിക്ക ജമാഅത്തുകളിലും മദ്രസകളിലും ഒക്കെ പരിമിതികൾ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പരിമിതികളിൽ നിന്ന് മാറ്റപ്പെട്ട സുഖലോലുപ സൗകര്യങ്ങളും പഠനത്തിന് ഔത്സുഖ്യമായ സൗകര്യങ്ങളും ഒരുക്കിയുണ്ടാക്കിയപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പഴയതിനേക്കാൾ ഈടും ഉറപ്പും കുറവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അത് ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൽ മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസ ബോർഡുകളിലെയും കാലത്തിന്റെ ഒരു കുത്തൊഴുക്കോ കാലത്തിന്റെ ഒരു ക്രമപ്പെടുത്തലോ കണ്ടിട്ട് മദ്രസയിൽ എന്ത് പഠിക്കും എന്ത് പഠിക്കണം എന്നുള്ളതിനേക്കാൾ അപ്പുറം മദ്രസ വിദ്യാഭ്യാസം വെറും ഒരു ആചാരവും ചടങ്ങുമായി മാറുകയും ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം ഊന്നൽ നൽകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരു വിദ്യാർത്ഥി പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറയാതിരിക്കുവാൻ അതൊരു നാണക്കേടായി മാറുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം മദ്രസയുടെ അകത്തളങ്ങളിൽ കടന്നു വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ രക്ഷകർത്താക്കളുടെ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട ബാധ്യതയും രക്ഷകർത്താക്കൾക്കാണെങ്കിലും ആ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന മഹല്ല് ജമാഅത്തുകൾ ഓരോ വീട്ടിലും അധ്യാപകരെ വെച്ച് കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുവാൻ കഴിയാത്ത പശ്ചാത്തലം വരുമ്പോൾ മഹല്ല് ജമാഅത്തിനെ അല്ലെങ്കിൽ മദ്രസയുടെ മാനേജ്മെന്റിനെ ചുമതലയേൽപ്പിച്ച് അവരെ യോഗ്യനായ ഒരാളിനെ കണ്ടെത്തി അല്ലെങ്കിൽ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ഒരാളിനെ കണ്ടെത്തി വഴിയുമായി പോസ്റ്റ് ചെയ്ത് അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് രക്ഷകർത്താക്കൾക്ക് വേണ്ടി ഇന്ന് ജമാഅത്തുകളും മഹല്ല് കമ്മിറ്റികളും ചെയ്യുന്നത്. ആ മഹല്ല് കമ്മിറ്റികൾ ചെയ്യുന്ന ചില ഭാഗങ്ങളിലെങ്കിലും മഹല്ല് ജമാഅത്തിന്റെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം നേടി എന്നവർ കണക്കാക്കുമ്പോൾ പോലും അധ്യാപകന്റെ യോഗ്യതയെ കുറിച്ചുള്ള ചിന്തയില്ലാതെ മദ്രസയുടെ ഡിവിഷൻ അനുസരിച്ചുള്ള അധ്യാപകരുടെ എണ്ണമില്ലാതെ 1 മുതൽ അല്ലെങ്കിൽ 1-ന് താഴെ KG മുതൽ +2 വരെയുള്ള മദ്രസ പള്ളിയിൽ പഠിക്കുന്ന മദ്രസയുള്ള ക്ലാസുകളിൽ പോലും 1 ഏറിയാൽ 2 മാത്രം അധ്യാപകർ വെച്ചിട്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനം മദ്രസ പ്രസ്ഥാനം മാത്രമാണ്. സ്കൂളുകളിലെല്ലാം ഓരോന്നിനും ഡിവിഷനും ഓരോ വിഷയത്തിനും സബ്ജക്റ്റിനും അധ്യാപകരും പഠിപ്പിക്കുമ്പോൾ മദ്രസയിൽ എല്ലാം കൂടി അടച്ചുകൂട്ടി സ്ഥല സൗകര്യം കുറവാണെങ്കിൽ എല്ലാ ക്ലാസുകാരെയും ഒന്നിച്ചിരുത്തി ഒരു അധ്യാപകൻ ഒരു പാലിയവർ നടത്തുന്ന മാരത്തോൺ ചർച്ചയോ മാരത്തോൺ ഓട്ടമോ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ദിവസം കിട്ടുന്ന 1.5 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു ക്ലാസ്സിന് കിട്ടുന്ന സമയം വെറും 10 മിനിറ്റായി. അങ്ങനെ ഈ 10 മിനിറ്റ് കൊണ്ട് വേണം ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിച്ചെടുക്കുക. പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും വിദ്യാഭ്യാസത്തിന്റെ അളവും രീതിയും ഒക്കെ നാം ചർച്ചയാക്കാറുണ്ടെങ്കിൽ പോലും മതിയായ അധ്യാപകരില്ലാതെ പഠിപ്പിക്കുന്ന മദ്രസകളുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത്രയും പരിമിതികൾ ഉള്ളതോടുകൂടി തന്നെ ഒരു ഡിവിഷനിൽ ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകനേക്കാൾ ഒരധ്യാപകനോ 2 അധ്യാപകരോ പഠിപ്പിക്കുന്ന മദ്രസയുടെ ഈടും ഉറപ്പും അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെട്ടിട്ടുള്ള പരിമിതമായ മദ്രസകളെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അധ്യാപകർ മെച്ചപ്പെട്ട നിലയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുക്കുമ്പോൾ എനിക്ക് ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് എന്ന് ആ മുഅല്ലിം വിചാരിക്കുകയും എന്റെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ഈ വിദ്യാർത്ഥിയെ പഠിപ്പിച്ചെടുത്താൽ നാളെ അവന്റെ ഭാവിയും അവൻ വളർന്നു വരുമ്പോൾ നാളെ മറ്റൊരു വൈവാഹിക തലത്തിലേക്കൊക്കെ കടന്നു ചെന്ന് അവരുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ ഇന്ന് പഠിപ്പിച്ചതിന്റെ ആ മധുരം മൂടുന്ന ഓർമ്മകളും രീതികളുമായിരിക്കും നാളെ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ സന്താനങ്ങളെ നാളെ പഠിപ്പിക്കുവാൻ അവർക്ക് പ്രചോദനമായി തീരുന്നത്. ഇന്ന് നമ്മൾ വിദ്യാർത്ഥികളെ മദ്രസയിൽ പഠിപ്പിക്കാതെ വിടുമ്പോൾ
മദ്രസ അവർ വളർന്നു വലുതായി, അവർ വിവാഹം കഴിച്ച് അവർക്ക് മക്കളുണ്ടായി, അവരുടെ സന്താനങ്ങളെ പഠിപ്പിക്കുവാൻ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. ഞാൻ പഠിച്ചില്ല, എന്റെ മക്കളെ മദ്രസയെ പഠിപ്പിക്കേണ്ട. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ പലപ്പോഴും എനിക്ക് സമയത്ത് പഠിക്കുവാനും കൂടുതൽ പഠിക്കുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാലും എന്റെ മക്കളെ ഏകദേശം നല്ല രീതിയിൽ പഠിച്ചു വളർന്ന് വലുതായി ഒരു ഉദ്യോഗം നേടണം, ഒരു ഡിഗ്രി നേടണം എന്ന ചിന്താഗതിയോടുകൂടി മുന്നോട്ട് വരുന്ന രക്ഷകർത്താക്കൾ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന അവരുടെ ജീവിത വിജയത്തിന് നിദാനമായ ഈ മെച്ചപ്പെട്ട ദീനീ വിദ്യാഭ്യാസം അല്ലാഹു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിവർത്തനത്തിന് വേണ്ടി ആദ്യമായി അവതരിപ്പിച്ചു കൊടുത്ത എന്ന സന്ദേശം, ആ സന്ദേശം ജീവിതത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ പേന കൊണ്ടും അതുപോലെ മനുഷ്യനറിയാത്ത വൈജ്ഞാനിക ശാഖകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതുമാണ് എന്ന് പറയുമ്പോൾ ആ യഹ്റയിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സദാചാര ബോധവും സമ്പന്നതയും അഭിമാനബോധവും സ്വഭാവ സംസ്കരണവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തെ വഴിയോരത്ത് എവിടെയോ മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിന്റെ അടുമൂലകളിൽ ഒതുക്കി വെച്ചിട്ട് മറ്റു വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി മാത്രം പ്രചോദനമേകുമ്പോൾ ഈ ദീനീ വിദ്യാഭ്യാസം വളരെ തകർന്ന് പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന ഒരു സാഹചര്യം നമ്മൾ മറന്നു പോകണം. നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഓരോ വിദ്യാർത്ഥിയും അവിടെ വെച്ച് അല്ലാഹുവിനോട് പറയും, റസൂലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ വേണ്ടുന്ന സമയത്ത് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാതെ, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരാതെ അവർ ഞങ്ങളെ മറ്റെന്തോ ആക്കിയെടുക്കുവാനുള്ള തത്രപ്പാടിൽ ദീനീ വിജ്ഞാനത്തെ അവർ മറന്നു കളഞ്ഞു. അതുകൊണ്ട് റബ്ബനാ ആതിഹിം മിനൽ അദാബ്, അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണമേ എന്ന് അവിടെ വെച്ച് കേടായി ദുആ ചെയ്യുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആനാണ് നമ്മോട് പറയുന്നത്. അപ്പോ ഇന്ന് നമ്മൾ തറയിൽ വെക്കില്ല, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തറയിൽ വെച്ചാൽ വേദനിക്കും. ഈ ഒരു വിഷമസന്ധിയിൽ മക്കളെ വളർത്തിയെടുക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഈ രക്ഷകർത്താക്കൾ ഉണ്ണാനില്ലാതെ, ഉടുക്കാനില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, സമയത്ത് പാനം ചെയ്യാൻ കഴിയാത്ത വിധം അത്യധ്വാനം ചെയ്ത്, കഠിനാധ്വാനം ചെയ്ത് ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുമ്പോൾ ഈ മക്കൾ നാളെ നമുക്ക് സഹായമാകേണ്ട സന്ദർഭത്തിൽ അവർ നമുക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് നമ്മൾ ഇന്ന് ഓർത്തില്ല എങ്കിൽ നാളെയാണ് നമ്മൾ കണ്ണുനീര് കുടിക്കേണ്ടി വരിക. ഈ ലോകത്ത് നമ്മൾ ഏത് രീതിയിൽ വിജയിച്ചാൽ പരലോകം നമുക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വിജയിക്കണമെന്ന നിലയിൽ ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് രണ്ട് വിദ്യാഭ്യാസവും, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് നൽകുവാനുള്ള സാഹചര്യം ഇന്ന് വന്നായിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും അതുപോലെ ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് അവൻ ഏത് തൊഴിലിന് പോയാലും ഏത് ഉദ്യോഗം നേടിയാലും അവന്റെ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല, അവന്റെ ഈ ലോകവും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ചിന്താഗതിയോടുകൂടി സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ജാമിഅ മന്നാനിയ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ അതിന്റെ ശ്രമവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട്, ബഹുമാനിയായ രക്ഷകർത്താക്കളോട്, സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഏറ്റവും യോഗ്യമായ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികളെ സമന്വയ വിദ്യാഭ്യാസം
നേടിയെടുക്കുന്നതിന്, അവരെ പ്രചോദിപ്പിക്കുന്നതിന് അവരെ നമ്മൾ വിട്ടയച്ചുകൊണ്ട് അവർക്ക് 2 വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രി തലങ്ങളിലെ കോഴ്സുകൾ കൂടി പഠിച്ചെടുക്കുവാൻ കഴിയുകയും വിദ്യാഭ്യാസ രംഗത്ത് എത്രമാത്രം ഉയരാൻ കഴിയുമോ അത്രമാത്രം ഭൗതികമായ വിദ്യാഭ്യാസത്തിനും പാരമ്പരിക വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പലയിടത്തും പരിഗണിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജാമിയ മന്നാനിയെയും മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ സ്ഥാപനങ്ങൾ അവരുടെ ഭാവി സുരക്ഷിതമാകുന്ന വരെ അവരെ നമ്മൾ കൈപിടിച്ചുയർത്തി മെച്ചപ്പെട്ട സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകിയില്ല എങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾ ഈ മാതാപിതാക്കൾക്കെതിരെ ദുആ ചെയ്യുന്ന സന്ദർഭം വരുമെന്ന് മാത്രമല്ല, അവരുടെ കാലുകൾ നരകത്തിൽ കടന്ന് ചുട്ടുകൊള്ളുമ്പോൾ മക്കളുടെ കാലുകൾ ഇന്നാണെങ്കിലോ വെയിലിന്റെ ചൂടിൽ നിന്ന് മാറ്റിയിരുത്തി അവരെ വെയിൽ കൊള്ളാൻ പാടില്ല, ശരീരം ക്ഷീണിക്കും, അതുപോലെ ശരീരം ശോഷിക്കും, കാലിൽ ചൂട് കൊള്ളാൻ പാടില്ല, ചൂടുവെള്ളത്തിന്റെ ഒരു തുള്ളി പോലും പുറത്തു വീഴാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന നമ്മുടെ നാളെ അവർ പറയും, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ മുമ്പിലേക്കൊന്ന് വിട്ടുതാക്കുന്നുണ്ടായി, ഞങ്ങളുടെ കാലിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ മാതാപിതാക്കളുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് ഞങ്ങളുടെ കാലിനൊരു ആശ്വാസം പകരട്ടെ. അവരാണ് ഞങ്ങളെ ഇത്തരത്തിൽ ഈ നരകാവകാശിയാക്കി തീർത്തത് എന്ന് അല്ലാഹുവിനോട് മക്കൾ ദുആ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുമ്പോൾ നമ്മൾ അപകടകരമായ സ്ഥിതിയിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് നമ്മുടെ മക്കൾ ഗുണമാകണം, മക്കൾക്ക് നമ്മൾ തുണയാകണം. ആ നിലയിലുള്ള ഒരു വിജ്ഞാനം നൽകുകയും ഈ പുതുവർഷത്തെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന പിൻചോദനകളെ ബഹുമാന്യരായ മാന്യ സഹോദരങ്ങൾ അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കിട്ടുന്ന സമയം എത്ര കുറഞ്ഞതാണെങ്കിലും എത്രത്തോളം ഉണ്ടെങ്കിലും ആ സമയത്തിനുള്ളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പാരമ്പരിക വിജ്ഞാനവും അതിന് ഭൗതിക തലത്തിന്റെ വിജ്ഞാനങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയം വൈദികങ്ങളായ നമ്മൾ ഓരോരുത്തരും മൊബൈലിലൂടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കുവാനും അറിയുവാനും ഉള്ളതെങ്കിലും മദ്രസ വിദ്യാഭ്യാസത്തിന്റെ തുലോപരിമിതമായ സമയത്തിനുള്ളിൽ ക്ലാസുകളിൽ കടന്നു വന്നിട്ട് നേരെ അറ്റൻഡൻസ് ബുക്കിന്റെ ഒപ്പം ചേർത്ത് വെച്ച് മൊബൈലും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു പാടിലും ഉണ്ടാകാൻ പാടില്ല. വിവിധ മദ്രസകളിലും പല മദ്രസകളിലും പല സന്ദർഭങ്ങളിലും കയറി ചെല്ലുമ്പോൾ വൈദികങ്ങൾ അവർ ഒരു കസേരയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നിന്നിട്ടോ ഭിത്തിച്ചായി നിന്നിട്ടോ മൊബൈൽ ദർശിക്കുകയും കുട്ടികൾ കലവില കൂടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണാനിട വന്നു. ഈ ഒരു സാഹചര്യം എന്നിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ സമയമില്ല എന്ന ഒരു വായിക്കാനും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ആ കിട്ടുന്ന സമയം മുതലാക്കുവാൻ ശ്രമിക്കാതെ അതിനെ നമ്മൾ വളരെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി രക്ഷകർത്താക്കൾ തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിലും കുട്ടികളെ അവര് കൈകാര്യം ചെയ്യുന്നതിലും ഭവനത്തിൽ വരുമ്പോൾ അവർ ഹോംവർക്ക് ചെയ്യിക്കുന്നതിലും വീട്ടിൽ വരുമ്പോൾ അവർക്ക് അന്നോടന്നുള്ള മദ്രസ പാഠങ്ങൾ വീട്ടിൽ വെച്ച് വായിപ്പിക്കുന്ന ഒരു കൃത്യനിഷ്ഠ നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാകണം. അതുപോലെ മാനേജ്മെന്റുകൾ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം നടക്കുന്നു എന്ന് കരുതിയാൽ പോരാ, എങ്ങനെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് മദ്രസ മാനേജ്മെന്റിന്റെ ഫർളായ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് തന്നെ മദ്രസയിൽ നമ്മൾ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഉസ്താദിന്റെ ഉത്തരവാദിത്വം കൃത്യമാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. എല്ലാവരും ആ ഉസ്താദുമാരെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ, കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ, മാനേജ്മെന്റ് അവരുമായി ഒത്തുചേർന്ന് പോകുമ്പോൾ ആ ഒരു ഉസ്താദിനെയും ക്രൂശിക്കുവാൻ വേണ്ടിയല്ല. നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരൻ നിർത്തിയാൽ ആ ജോലിക്കാരൻ എന്തുമാത്രം ജോലി ചെയ്തു എന്ന്
നമ്മുടെ ഭവനങ്ങൾ കൃത്യമായി നമ്മൾ വിലയിരുത്തുന്നത് പോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഓരോരുത്തരും മെച്ചപ്പെട്ട നിലയിൽ അവര് ഏതെല്ലാം നിലയിൽ നമ്മുടെ ഉസ്താദ് പഠിപ്പിക്കുന്നു, പഠിപ്പിച്ചെടുക്കുന്നു, താമസിച്ചു വരുന്ന കുട്ടികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി ഇനി വരാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഭവന സന്ദർശനം നടത്തി അവരെ മദ്രസയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരേണ്ടത് ഈ മാനേജ്മെന്റിന്റെയും ആ മാനേജ്മെന്റ് നമ്മെ സമീപിക്കുമ്പോൾ അവരോടൊപ്പം അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ നമ്മുടെ മദ്രസ കുട്ടികളെ മദ്രസയിൽ അയക്കേണ്ട ബാധ്യത നമ്മുടെ രക്ഷകർത്താക്കളും ഏറ്റെടുത്തുകൊണ്ട് ഒരു ശൃംഖലയായി മദ്രസ മാനേജ്മെന്റും മദ്രസ മുഅല്ലിമും മദ്രസയിലെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും കൂടി സമരസപ്പെട്ട് പഠിച്ചു പോയാൽ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവും മറ്റു തരം വിദ്യാഭ്യാസങ്ങളും വളരെ മെച്ചമാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ന് തുറക്കുന്ന ഈ മദ്രസകൾ, ഇന്ന് തുടങ്ങുന്ന ഈ മദ്രസകൾ ഈ പ്രത്യേകമായ നിറായ മബ്റൂക്ക് എന്ന മഹത്തായ പരിപാടിയിലൂടെ പ്രചോദനമേകുന്ന ഈ വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതി റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ തന്നെ പൂർത്തീകരിക്കുവാനും നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലാഹു തആല ദുനിയവിയും ഉഖ്റവിയുമായ വിജയം കരസ്ഥമാക്കി കരഗതമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ യോഗം ഉദ്ഘാടനം ചെയ്തതോടുകൂടി വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഭാഗോളിയ കമറുദ്ദീൻ മൗലവികൾ ഇന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന മദ്രസകളിലും മുഅല്ലിമീങ്ങൾക്കും മാനേജ്മെന്റിനും രക്ഷകർത്താക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil